ജീവിച്ചിട്ടുള്ളവരിൽ ഏറ്റവും ഈവിളായ സ്ത്രീകളിൽ ഒരാളായിരുന്നു ഇവൾ. ഇവളുടെ പേരാണ് ജെനി ടാലിയ. 1917 നെബ്രാസ്കയിൽ ജനിച്ചു. ഈ സ്ത്രീയെ നാട്ടുകാർ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു വിധവയായി മാത്രമാണ് കണ്ടിരുന്നത്. ചെറിയ കൃഷിയിടവും മൃദുവായ ശബ്ദവുമുള്ള സാധാരണ സ്ത്രീയായി എല്ലാവർക്കും തോന്നി. എന്നാൽ 1942 മുതൽ 1960 സമീപമുള്ള പ്രദേശങ്ങളിൽ കുറഞ്ഞത് 17 വീക്ഷണക്കാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വരെ. എന്നിരുന്നാലും ജെനിയെ ആരും സംശയിച്ചില്ല. പോലീസ് കരുതിയത് കാട്ടുമൃഗങ്ങളാകാം, അല്ലെങ്കിൽ നദിക്കരയോട് ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റോ ആവാം എന്നായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറി മറിഞ്ഞത് 1965 ജെനിയുടെ ഒരു പഴയ കാളവളപ്പിൽ ഒരു തീപിടുത്തമുണ്ടായി. അവിടെ നിന്നായിരുന്നു എല്ലാ സത്യങ്ങളും മറനീക്കി പുറത്തു വന്നു തുടങ്ങിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരു അടച്ചു വെച്ച മതിൽ തകർത്തപ്പോൾ അകത്ത് കണ്ടത് അതിഭയാനകമായ കാര്യങ്ങളായിരുന്നു. നിലത്തുറപ്പിച്ചിരുന്ന കസേരകളും മറ്റ് തെളിവുകളും. ഇതോടെ പോലീസിന് എല്ലാം വ്യക്തമായി. ഇവിടെ ഒരു ഗ്ലാസ് ജാറിൽ മനുഷ്യരുടെ കൈവിരലുകളും ബോഡി പാർട്സും കണ്ടെടുത്തു. അവിടെ ഉണ്ടായിരുന്ന തെളിവുകൾ വളരെ ഗുരുതരമായിരുന്നു. ജെനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അവൾ ഒട്ടും വിറച്ചില്ല. പകരം അവൾ ചിരിച്ചു പറഞ്ഞു, ഞാൻ അവർക്കൊരു വീട് നൽകി, അവർ എനിക്ക് കൂട്ടായി. ആ സ്ത്രീ പിന്നീട് ജയിലിലാവുകയും 5 വർഷങ്ങൾക്ക് ശേഷം അവർ ജീവിതം അവസാനിപ്പിച്ചു. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ഇതാണ്, പോലീസ് കണ്ടെത്തിയത് വെറും 7 പേരെ മാത്രമാണ്. എന്നാൽ ജെനിയുടെ കുറിപ്പ് പുസ്തകത്തിൽ 17 പേരുടെ പേരുകൾ വെട്ടിമാറ്റിയ നിലയിലുണ്ടായിരുന്നു. ഇന്നും അതൊരു രഹസ്യമാണ്. ബാക്കി ആളുകൾ എവിടെ പോയി, അത് ഇന്നും ആർക്കും അറിയില്ല.